മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ലോറി ഡ്രൈവറെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് പരാതി. ടിപ്പർ ലോറി ഡ്രൈവർ ഷാനിബിനെ വാഹനം തടഞ്ഞു നിർത്തി റോഡിലിട്ട് തല്ലി എന്നാണ് പരാതി. മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്ത പ്രദേശവാസി മുഹമ്മദ് അലിക്കും മർദ്ദനമേറ്റു. പരിക്കേറ്റ മുഹമ്മദ് അലിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്ത് സംഭവിച്ച ഈ ലോറിക്കാരനെ പോലീസുകാർ കൈയാട്ടി. ഇപ്പൊ വണ്ടി സൈഡാക്കി കുറച്ച് ഒരു 2-3 മീറ്റർ ലോറിയിലുണ്ടായിരുന്ന ആളോ കണ്ടു നിന്ന ആളാണോ? ഞാൻ കണ്ടു നിന്ന ആളാണ്. ഞാൻ സൈഡിലുണ്ടായിരുന്നു. റോഡിൽ നിന്ന് ഇവിടെ നടന്നു വരുന്നു. അതിൽ ഓന് ഒരു 2-3 മീറ്റർ മുന്നിൽ പോയിക്കും. അപ്പോൾ ഇവർ ഓണടിച്ച് സൈഡാക്കി അതിന് പിടിച്ചിറക്കി തച്ച് റോട്ടിലിട്ട് ചോട്ടിക്കൂട്ടി. അതിൽ കണ്ടു നിന്ന് അപ്പോൾ ഒരു ബൈക്കും വരികയാണ് ഈ മയമാലി പറഞ്ഞ ആൾ. അയാൾ എന്താ കാര്യം എന്താ അറിയില്ലല്ലോ. എനിക്കും അറിയില്ല കാര്യം, മോനക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്താ ചോദിച്ചപ്പോൾ അവനെ ഇട്ടിട്ട് അതായത് മയമാലി പറഞ്ഞാൽ മയമാലി കാക്കാൻ ഇട്ടുകൊണ്ട് തച്ചു. അയാൾക്ക് ഇതേമാതിരി 2 ആൾ ഇരുന്നിട്ട് ഇങ്ങോട്ട് കൊടുന്നു, സ്റ്റേഷനിൽ കൊടുന്നു. മയമാലിക്ക് ബോധന ഉണ്ടായില്ല, ചെറിയൊരു ബോധം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടുണ്ട്, മറ്റേ ആൾ സ്റ്റേഷനിലുണ്ട്. പോലീസുകാർ ചേർന്നാ 4 പോലീസുകാർ ചേർന്ന് എന്ത് പറഞ്ഞായിരുന്നു മർദ്ദനം? എന്ത് വണ്ടി നിർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അഷ്കർ അലി കരിമ്പയുണ്ട് വിശദാംശങ്ങളുമായി. അഷ്കർ, എന്തിനാണ് ഈ ലോറി ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചത്? എന്താണ് ഒപ്പം ദൃക്സാക്ഷി പറയുന്നത്? മലപ്പുറം കൂട്ടിലങ്ങാടി കുളപ്പറമ്പിലാണ്. അവിടെ ഒരു അനധികൃത കോറി പ്രവർത്തിച്ചിരുന്നു. ചെങ്കല്ല് കോറിയാണ്. ഈ ചെങ്കല്ലുമായി പോകുന്ന ലോറിയാണ് ഇത്തരത്തിൽ പോലീസ് തടഞ്ഞത്. പക്ഷേ അത് നിർത്താൻ ഈ ലോറി ഡ്രൈവർ ആയിരുന്ന ഷാനിബ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. തുടർന്ന് ഈ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് ഈ വാഹനം പോലീസ് തടഞ്ഞതിന് ശേഷവും നിർത്താതെ പോവുകയും പിന്നീട് പോലീസ് ഈ വാഹനത്തെ ക്രോസിട്ട് നിർത്തുകയും ചെയ്തു. അതിൽ നിന്ന് വാഹനത്തിൽ നിന്നും ഡ്രൈവറായിട്ട് ഷാനിബിനെ വലിച്ചെറിയ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. കൈകൊണ്ടും അതുകൊണ്ട് ബൂട്ടിട്ടൊക്കെ ചവിട്ടിയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മർദ്ദനം കണ്ട് ചോദ്യം ചെയ്തു വന്ന അവിടുത്തെ നാട്ടുകാരനായിട്ടുള്ള മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ, അയാൾക്കും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായി മർദ്ദനം ഏൽക്കുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരെയും മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്കും അവിടെ നിന്ന് പിന്നീട് താലൂക്ക് ആശുപത്രിയിലേക്കും കൊണ്ടുവന്നു. ഈ താലൂക്ക് ആശുപത്രിയിൽ എത്തിയ ഘട്ടത്തിൽ ഇത്തരത്തിൽ മുഹമ്മദ് അലിക്ക് രണ്ടാമത്തെ മർദ്ദനം ഏറ്റ, അല്ലെങ്കിൽ അത് കണ്ടു നിന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ മർദ്ദനമേറ്റ മുഹമ്മദ് അലി ഇവിടെ എത്തി ബോധരഹിതനായി എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തെ ഇവിടെ നിന്നിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നാട്ടുകാർക്ക് കൂടെ ഉണ്ട്. എന്താണ് സംഭവിച്ചത്? അത് ഡ്രൈവറെ തല്ലിനാണ്ട് ചെന്നാണ്. ഡ്രൈവറെ കൂരുമാരി ഒരു മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ മോമാലി നാട്ടുകാരനാണ്. എന്തിനാ തല്ലിന് വെച്ചാണ്. അല്ലാതെ ഇനി അവിടെ കെട്ടാണ് ഓനെ പിടിച്ചിട്ട് ഓനെ തല്ലിലോടി. ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ആകെ ആകെ അടയാളങ്ങളൊക്കെ പാടുകളും ബൂട്ടോട്ട് വെച്ച പാടുകളൊക്കെ ഉണ്ട് ഡ്രൈവറെ മേത്ത്. അത് ചോദ്യം ചെയ്ത് ഞാനും അവനും കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ അത് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, പോലീസുകാരൻ പറഞ്ഞത് ഇനി നിന്നെയും തല്ലാറിനാണ്ട് വെറുതെ അയാളിട്ട് തച്ചു. ചോദിച്ച ആളെയും ചോദിച്ച വന്ന ആൾ എന്തിനാണ് ചോദിച്ചാണ്. ഒരാളിട്ട് കണ്ട് 4 പോലീസുകാരോട് തല്ലാണ്. അപ്പോൾ എന്തിനാ ചോദിച്ചാണ് മറിച്ചത്. അവസ്ഥ മോശമായിരുന്നു, വളരെ മോശം. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടുന്ന് ഇപ്പോൾ മോശമായിട്ടാണ്, ഇവിടുത്തെ ഡോക്ടർമാർ മോശമായിട്ടാണ് ഇപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പറഞ്ഞത്. അതായത് ചെസ്റ്റ് നല്ല ഇഞ്ചറി ഉണ്ട്, അവന് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ കടന്നിട്ട് ശ്വാസം കിട്ടാതായിട്ട് ഇവിടെ ഞങ്ങൾ അപ്ലൈ പറയുന്നുണ്ട്, അവനെ വണ്ടി കൊണ്ടുപോയില്ലേ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ ആക്കി തരാല്ലേ. അപ്പോൾ ഇതിനുള്ള ആളെല്ലാം ഞങ്ങൾ അത്രയും പറയുന്നുണ്ട്. പക്ഷെ അവന് കേൾക്കണില്ല. ഈ രഞ്ജിത്താണ് ആൾ ഒരു നിലക്കുത് വിട്ടിരുന്നില്ല. ഇവിടെ കൊടുന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇങ്ങനെ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരെന്താ കരുതി ആൾ മാറിയെന്നതുകൊണ്ട് ഈ നാട്ടുകാരനാണ് മുഹമ്മദ് അലി ഇതിൽ ആളാണ് കരുതിയിട്ട് തല്ലിയതാണെന്ന് സംശയമുണ്ട്. പിന്നെ അവർക്ക് മനസ്സിലായത് ആകെ പാടുകളുണ്ട്. അവൻ്റെ ഷർട്ടും ഇതൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. ആകെ ബൂട്ടിൻ്റെയും ആകെ പാടുകൾ, ആകെ ചുവപ്പാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ബൂട്ടിട്ടടക്കം ചവിട്ടി ക്രൂരമായ മർദ്ദനത്തിന് രണ്ടുപേരെയും ഇരയാക്കി എന്നുള്ളതാണ്. ഒന്ന് ഈ ലോറി ഡ്രൈവറായിരുന്ന ഷാനിബിനെയും പിന്നീട് ഷാനിബിനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്ത് വന്ന കുളപ്പുറമ്പ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അലി, രണ്ടുപേരും ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിന് മലപ്പുറം പോലീസ് ഇരയാക്കി എന്നുള്ളതാണ് ആരോപണം. എന്നാൽ അനൗദ്യോഗികമായിട്ടാണെങ്കിലും പോലീസ് വിശദീകരിക്കുന്നതിൽ അത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടില്ല, പിടിവിലി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് വാഹനം തടുത്തപ്പോൾ നിർത്താതെ പോവുകയും പിന്നീട് വാഹനം പിടിച്ചെടുത്തപ്പോൾ ഡ്രൈവറെ വലിച്ചെടുക്കുക മാത്രമാണ് ചെയ്ത്, ക്രൂരമായി മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് അനൗദ്യോഗികമായി പോലീസ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും പരിക്കേറ്റ മുഹമ്മദ് അലി പിന്നീട് മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും പിന്നീട് ഇവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ അയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പി കെ ഷാനിബ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്, മലപ്പുറം സ്റ്റേഷനിലാണുള്ളത്. ആര്യ, ഓക്കെ. ലോറി ഡ്രൈവറെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് അഷ്കർ അലി കരിമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്.